إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ ഹദീസിന്റെ താളുകളൊക്കെ പരിശോധിക്കുമ്പോൾ പല സ്ഥലങ്ങളിലായി
ലഅനല്ലാഹ് എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ സാധ്യമാകും. അർത്ഥം അല്ലാഹു ശപിച്ചിരിക്കുന്നു, അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പല സ്ഥലങ്ങളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമാകും. നോക്ക്, ഇന്ന് ദുനിയാവിൽ നമ്മളെ ഒരാൾ ശപിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പ്രയാസമാണ്. ഒരാളുടെ ശാപം ഏൽക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ ഗൗരവമാണ്, പേടിയാണ്, പ്രയാസമാണ്. പക്ഷേ നമ്മെ സൃഷ്ടിച്ച റബ്ബ് ശപിക്കുന്ന, നമ്മുടെ റബ്ബിന്റെ ശാപത്തിന് വിധേയമായ ചില ആളുകളെ പ്രത്യേകമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ പലരും ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായി ജീവിക്കുന്ന ആളുകളുമാണ്. അത് പറയുമ്പോൾ നമ്മൾ ആ വിഭാഗത്തിൽ പെട്ടവരാണെങ്കിൽ നമ്മൾ മാറാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഹദീസിൽ കാണാം, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, ലഅനല്ലാഹു മൻ ലഅന വാലിദൈൻ, മാതാപിതാക്കളെ ശപിച്ച, മാതാപിതാക്കളെ ദ്രോഹിച്ച ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. നഊദു ബില്ലാഹ്. നോക്കൂ, ഇന്ന് മാതാപിതാക്കളോടുള്ള പ്രാധാന്യം അറിയാത്ത, അവരെ സ്നേഹിക്കാൻ അറിയാത്ത, അവരെ പരിചരിക്കാൻ അറിയാത്ത ഒരു യുവതലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. മദ്യപിച്ച് മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും ഒക്കെ മക്കളെയൊക്കെ കൊല്ലുന്ന, അതിനൊന്നും മടി കാണിക്കാത്ത, അറപ്പും വെറുപ്പും ഇല്ലാത്ത ഒരു സമൂഹം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രസവിച്ച ഒരു കുട്ടി, ആ കുട്ടിയെ ഒരു 2-3 വയസ്സ് വരെ എങ്ങനെയാണോ തന്റെ മാതാവ് പരിചരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ മാതാവ് ഒരിക്കലും ആ കുട്ടിയെ കൊല്ലണമെന്ന് വിചാരിക്കുന്നില്ല. രാത്രി 2 മണിയാണെങ്കിലും 3 മണിയാണെങ്കിലും ആ കുട്ടിക്ക് പനി വന്നാൽ, അതല്ലെങ്കിൽ പ്രയാസം വന്നാൽ തന്റെ ഉറക്കം ഒഴിവാക്കുന്ന മാതാവ്. വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ആ കുട്ടിയെ പ്രസവിക്കുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ചെറിയ കുട്ടികളെ നോക്കിയാൽ മാത്രം മതി. നമ്മുടെ മാതാപിതാക്കൾ, നമുക്കും അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു. എത്ര ശ്രദ്ധയോടുകൂടിയിട്ടായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ നോക്കി വളർത്തിയത് എന്ന് ഒരു കുട്ടിയിലേക്ക് നമ്മൾ നോക്കിയാൽ മാത്രം മതി. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, റഗിമ അൻഫ്, ഒരാൾ നിന്ദ്യനാകട്ടെ എന്ന് 3 തവണ പറഞ്ഞു. അപ്പൊ സഹാബത്ത് റളിയല്ലാഹു അൻഹും പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, മൻ യാ റസൂലല്ലാഹ്, ആരെ കുറിച്ചാണ് താങ്കൾ നിന്ദ്യനാകട്ടെ എന്ന് പറഞ്ഞത്? അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു, മൻ അദ്റക വാലിദൈഹി സുമ്മ ലം യദ്ഖുലുൽ ജന്ന, പ്രായമായ മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം വാങ്ങാത്തവരായി ആരുണ്ടോ അവന് നിന്ദ്യനാകട്ടെ, അവൻ നശിക്കട്ടെ. ഹുമാ ജന്നതുക വനാറുക, മാതാപിതാക്കളാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും. നീ അവരെ കൃത്യമായി സ്നേഹിച്ചാൽ, പരിഗണിച്ചാൽ, പരിചരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. നീ അവരെ ദ്രോഹിച്ചാൽ, അവരെ ശപിച്ചാൽ നിനക്ക് നരകമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുക, ഒരാൾ നിന്ദ്യനാകട്ടെ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാ? മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം വാങ്ങാത്ത ഒരാൾ. അവസാന കാലമാകുമ്പോ പ്രവാചകൻ പറഞ്ഞു, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ ആക്രമിക്കുന്ന, ദ്രോഹിക്കുന്ന മക്കൾ വരും. പിതാക്കന്മാരിൽ നിന്ന് മാറി നിൽക്കും. ഭാര്യമാരനുസരിക്കുന്ന ചില ആളുകൾ, കല്യാണം കഴിക്കുന്നത് വരെ കുഴപ്പമുണ്ടാവില്ല, അതിനുശേഷം ഭാര്യയോടുള്ള സ്നേഹം കൂടും. മാതാപിതാക്കളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ. പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ദീന് പഠിച്ച അൽഖമ റളിയല്ലാഹു അൻഹു മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. പ്രവാചകനും സഹാബത്തും കൂടി പ്രവാചകൻ പറഞ്ഞു, ഈ അൽഖമക്ക് അടുത്തതായി ആരെങ്കിലും ഉണ്ടോ? ഉമ്മയുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, പ്രശ്നമുണ്ട്.
എന്നെ സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിച്ചതിന് ശേഷം സ്നേഹം ഒന്ന് കുറഞ്ഞുപോയി. ആ ഒരു സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധ്യമായില്ല. പിന്നെ പുറത്തു കൊടുത്തു. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുകയാ. മനസ്സിലാക്കേണ്ടുന്ന മാതാപിതാക്കളുടെ ഗൗരവം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറഞ്ഞത് എവിടെന്നറിയോ? വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാന. നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്ന അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരോട് പുണ്യം ചെയ്യണം. തൗഹീദിന്റെ കൂടെയാ പറഞ്ഞത് ഖുർആനിൽ. തൗഹീദ് പറഞ്ഞതിന് ശേഷം പറയാ മാതാപിതാക്കളെ സ്നേഹിക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. അവര് ആർക്കെങ്കിലും വാർദ്ധക്യം പ്രാപിച്ചാൽ എന്ന വാക്കുപോലും നിങ്ങൾ പറയരുത്. വലാ തൻഹറുമാ, വിരട്ടരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്ക് പറയുന്നവരുണ്ടോ? അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായ ആളുകളാണ്. അള്ളാഹു ശപിക്കപ്പെട്ട ആളുകളാണ്. ഇനി രണ്ടാമത്തെ വിഭാഗത്തെ പ്രവാചകൻ എണ്ണി, അള്ളാഹു അല്ലാത്തവർക്ക് ബലികർമ്മം ചെയ്ത ആളുകൾ. ഇന്ന് നമുക്കറിയാം, നേർച്ച അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ്, ബലികർമ്മം അള്ളാഹുവിന് ചെയ്യുന്ന ഒരു ഇബാദത്താണ്. പക്ഷെ അത് ബദരീങ്ങളുടെ പേരില്, ഉഹദ് ശുഹദാക്കളുടെ പേരില്, മറ്റ് ഔലിയാക്കളുടെ പേരുച്ചരിച്ചുകൊണ്ട് ഉരുവിനെ അറുക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലികർമ്മം ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ വിശ്വാസികളെ ഖുർആൻ എന്താണ് അവരെ കുറിച്ച് പറഞ്ഞതെന്നറിയുമോ? حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശവത്തെ ഹറാമാക്കിയിട്ടുണ്ട്, വദ്ദമ രക്തത്തെ ഹറാമാക്കിയിട്ടുണ്ട്, വലഹ്മുൽ ഖിൻസീർ പന്നിമാംസം അത് നിങ്ങൾക്ക് ഹറാമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമാ ഉഹില്ല ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് അറുക്കപ്പെട്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഹറാമാണ്. അത് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അവർ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയമായ ആളുകളാണ്. രണ്ടാളുകൾ യാത്ര ചെയ്യുകയാണ്, ഹദീസിൽ കാണാം. അവരങ്ങനെ യാത്ര ചെയ്ത് ഒരു സമൂഹത്തിലെത്തി, ഒരു നാട്ടിലെത്തി. അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഈ നാട്ടിലെ വിഗ്രഹത്തിന് എന്തെങ്കിലും ബലിയർപ്പിക്കണം. രണ്ടുപേരും തയ്യാറായില്ല. ആ നാട്ടുകാർ പറഞ്ഞു, ഒരു ഈച്ചയെങ്കിലും നിങ്ങൾ ബലിയറുക്കേണ്ടതുണ്ട്. അതിൽ ഒരാൾ തയ്യാറായി ആ വിഗ്രഹത്തിന് ഒരു ഈച്ചയെ ബലിയറുത്തു. അദ്ദേഹത്തെ കടത്തിവിട്ടു, അദ്ദേഹത്തെ കൊന്നില്ല, യാത്ര തുടർന്നു. രണ്ടാമത്തെ ആൾ നിരസിച്ചു. നീ ഈച്ചയെങ്കിലും ബലിയറുക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ റബ്ബല്ലാത്ത ആർക്കും ബലികർമ്മം നടത്തുകയില്ല, ആ റബ്ബിന്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യുകയില്ല, ആ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല എന്ന തൗഹീദിന്റെ മഹിതമായ ആദർശം അദ്ദേഹം അവിടെ വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തെ അവർ കൊന്നു. അദ്ദേഹത്തിന് മുന്നേ പോയ ആളെപ്പോലെ അദ്ദേഹത്തിന് പറയാമായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അതാണ് ഇസ്തിഖാമത്ത്. അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കിയതിന്റെ പേരിൽ നമ്മൾ ഒരാൾ വെട്ടാൻ നിന്നാൽ, കൊല്ലാൻ നിന്നാൽ, ചുട്ടുകരിച്ചാൽ പോലും അവിടെ ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ചു നിൽക്കണം ആ വിശ്വാസത്തിൽ. അത്തരം വിഭാഗങ്ങൾ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമതായി പ്രവാചകൻ എണ്ണി പറയുന്നു, ലഅനല്ലാഹു മൻ ഖതഅ റഹിമഹു, കുടുംബ ബന്ധം വിച്ഛേദിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കും. നമുക്കറിയാം, വർഷങ്ങളോളം പരസ്പരം മിണ്ടാതിരിക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയുമോ? അവര് പള്ളിയിലേക്ക് വരുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മം സ്വീകരിക്കപ്പെടാത്ത വിഭാഗങ്ങളാണ്. ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോ മലായിക്കത്തുകളോട് ചോദിക്കും, ആരുടെ അമല? അവര് പറയും, ഇന്ന ആളുടെ അമല. പിണങ്ങി നിൽക്കുന്നവരുടെ അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എനിക്ക് അവരുടെ അമല് വേണ്ട. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, കുടുംബബന്ധം വിച്ഛേദിച്ചവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല.
ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിനു ലാ യുഅ്മിനു ലാ യുഅ്മിൻ, ഒരാൾ വിശ്വാസിയാകുകയില്ല. ആരെക്കുറിച്ചാണ് റസൂലേ താങ്കൾ ഇത് പറഞ്ഞത്? തന്റെ അയൽവാസിയെ ദ്രോഹിച്ച മനുഷ്യനെ കുറിച്ചാ പറഞ്ഞത്. കറിയിൽ വെള്ളം ചേർത്തിട്ടാണെങ്കിലും അയൽവാസിക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറയുമ്പോ ഇന്ന് അയൽപ്പക്ക ബന്ധങ്ങൾ എവിടെയാ? തന്റെ കുടുംബ ബന്ധം എങ്ങനെയാ? അയൽവാസികൾ അറിയാത്ത, കാണാത്ത, പേര് പോലും അറിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, നമസ്കരിക്കും, അതുപോലെ തന്നെ സദഖ നിർവഹിക്കും, നോമ്പനുഷ്ഠിക്കും, സകാത്ത് നിർവഹിക്കും, പക്ഷേ അവൾ നരകത്തിലാണെന്ന് റസൂൽ പറഞ്ഞു. കാരണം എന്തെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തന്റെ അയൽവാസി ഉപദ്രവിച്ച സ്ത്രീയാണ്. എല്ലാ ഇബാദത്തുണ്ട്, എല്ലാ കർമ്മങ്ങളുണ്ട്, പക്ഷേ അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ, അയൽവാസിയെ ഉപദ്രവിച്ച വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് അവരെ ബുദ്ധിമുട്ടിച്ച ഒരു സ്ത്രീയായിരുന്നു. അവളെവിടെയാ? നരകത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ. നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി നിങ്ങൾ ആരാധന ചെയ്യണം, ഇബാദത്ത് ചെയ്യണം, ഖുർആൻ പാരായണം ചെയ്യണം, നിങ്ങൾ നമസ്കരിക്കണം. എന്നാൽ എന്താ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം? തദ്ഖുലുൽ ജന്ന, തദ്ഖുലുൽ ജന്ന, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ കുടുംബ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ആരെങ്കിലും നമുക്കിടയിലുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് സലാം പറഞ്ഞ പിണക്കം അവസാനിപ്പിക്കണം. സലാം കൊണ്ട് തുടങ്ങുന്നവനാണ് അവരിൽ ഏറ്റവും നല്ല മനുഷ്യൻ. ഇനി നാലാമത്തെ വിഭാഗത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നുണ്ട്, ലഅനല്ലാഹു മൻ കതമ മാ അൻസലല്ലാഹു തആല മിനൽ ബയ്യിനാതി വൽ ഹുദാ, നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥങ്ങളിലൂടെ ജനങ്ങൾക്ക് നാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം ആ ഇൽമിനെ മറച്ചു വെക്കുന്ന ആളുകൾ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അതാരെക്കുറിച്ചാ? ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പുരോഹിതന്മാരുണ്ട്, അല്ലേ? ഖബർ പൂജ പാടില്ല എന്നവർക്കറിയാം. അതുപോലെ തന്നെ അവിടെ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് അറിയാം. അവരോട് പ്രാർത്ഥിക്കരുത് എന്ന് അവർക്കറിയാം. പ്രവാചകന്റെ ജന്മദിനാഘോഷം തെറ്റാണെന്നറിയാം. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടാൽ 3-നും 7-നും 14-നും അതുപോലെ തന്നെ 5-നും പരിപാടികൾ സംഘടിപ്പിക്കുന്നതും പ്രാർത്ഥന മജ്ലിസ് സംഘടിപ്പിക്കുന്നതും മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് അവർക്കറിയാം. അത് തെറ്റാണെന്നവര് പറഞ്ഞാൽ അവരുടെ സ്ഥാനമാനം പോകും, അവർക്ക് ലഭിക്കുന്ന സമ്പത്ത് നഷ്ടമാകും, അധികാരം നഷ്ടമാകും. എന്തൊരു കാര്യമാണോ അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചത്, എന്തൊരു കാര്യമാണോ റസൂൽ ഹദീസിലൂടെ പഠിപ്പിച്ചത്, അത് ഒരാൾ മറച്ചു വെച്ചാൽ, അത് പ്രത്യേകം പറഞ്ഞു, ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി ദീനിനെ പണയപ്പെടുത്തിയവൻ, ദീനിനെ വിറ്റ ഒരാൾ, അവരല്ലാഹു ശപിക്കും. അവരെ കുറിച്ച് അല്ലാഹു മാത്രം ശപിക്കുന്നല്ല പറഞ്ഞത്, ഖുർആൻ പറയാ, പക്ഷികളും കടലിലെ മത്സ്യങ്ങളും മൃഗങ്ങളും പ്രാണികൾ വരെ, ജീവജാലങ്ങൾ വരെ ആ മനുഷ്യ സമൂഹത്തെ ശപിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു പഠിപ്പിച്ച അറിവിനെ കൃത്യമായി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. അതിൽ മായം ചേർച്ച ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അഞ്ചാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലഅനല്ലാഹു അർറാശി വൽ മുർതശി, കൈക്കൂലി കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഇന്നങ്ങനെയാ, കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. മറ്റൊരാളുടെ ധനം അന്യായമായി നിങ്ങൾ ഭക്ഷിക്കരുത്. വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ വാങ്ങുന്നവർ മാത്രമല്ല, എന്റെ ഈ ഒരു കാര്യം പെട്ടെന്ന് നടക്കണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി അങ്ങോട്ട് കൈക്കൂലി കൊടുക്കുന്നവരുമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ആളുകളായി ഇവരെ. ലഅനല്ലാഹു അർറാശി വൽ മുർതശി. ഇതൊക്കെ പറയുമ്പോ നമ്മൾ അതിൽപ്പെട്ട ആളുകളാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതിനു വേണ്ടിയിട്ട് അതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗമുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ പെട്ടുപോയ വിഭാഗമാണ്. ലഅനല്ലാഹു ആകിലർ റിബാ വമുഅ്കിലഹു വകാതിബഹു വശാഹിദഹു വഖാലഹും സവാ. പലിശ ഭുജിച്ചവനെ, പലിശ തിന്നുന്നവനെ, അത് എഴുതി വെക്കുന്നവനെ, സാക്ഷി നിൽക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട്. അവരെല്ലാവരും സമമാണ്. ഒരു ഹദീസിൽ കാണാം, ദിർഹമു റിബൻ, പലിശയുമായി ബന്ധപ്പെട്ട ഒരു ദിർഹം, ഒരു റിയാൽ, ഒരു രൂപ, യഅകുലുഹു റജുലു, ഒരു മനുഷ്യനത് ഭക്ഷിക്കുകയാണ്, ഉപയോഗപ്പെടുത്തുകയാണ്. വഹുവ യഅലമു അശദ്ദു മിൻ 36 സനിയ. ഒരു പ്രത്യേകതയുണ്ട്, അവനറിയാം ഇത് പലിശയാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും പലിശ ഭുജിച്ചാൽ, പലിശയുമായി ബന്ധപ്പെട്ടാൽ, അശദ്ദ മിൻ 36 സനിയ, 36 തവണ വ്യഭിചരിച്ച ആളെ പോലെയാ. നഊദു ബില്ലാഹ്. അവനറിയാം ഇത് പലിശ പൈസയാ, പലിശപ്പണമാണെന്നറിയാം. അത് അറിഞ്ഞുകൊണ്ട് അവൻ ഉപയോഗപ്പെടുത്തിയാൽ ഒരു തവണയല്ല, രണ്ടല്ല, മൂന്നല്ല, 36 തവണ വ്യഭിചരിച്ചവനെ പോലെയാണെന്ന് കളവ് പറയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, 73 കവാടങ്ങളുണ്ട് പലിശക്ക്. അതിലേറ്റവും ചെറിയ കവാടം തന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അതിനാരെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇന്ന് ബാങ്കിൽ തന്റെ പണമിട്ടുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ പണം കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. കടം കൊടുത്താൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ തിരിച്ചു നൽകിയിട്ടില്ല എങ്കിൽ അതിന് പലിശ വാങ്ങുന്ന ആളുകളുണ്ട്. വിദ്യാഭ്യാസ ലോൺ, കാർഷിക ലോൺ, അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിന് വേണ്ടി, അതുപോലെ തന്നെ വാഹനം മേടിക്കാൻ വേണ്ടി ഇന്ന് ലോൺ എടുക്കാത്ത ആളുകളാരാ? എല്ലാം EMI സിസ്റ്റമാണ്. എന്താണോ ഒരു സാധനത്തിന്റെ ഫിക്സ്ഡ് പ്രൈസ്, അതിനേക്കാൾ അപ്പുറം നൽകുന്ന ഒരു അവസ്ഥ എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധ്യമാകും. പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകൾ കുറവാണ്. അത്രയും ഗൗരവത്തോടുകൂടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവത്തോടുകൂടി തന്നെ കാണണം. ഖബറിൽ പ്രവാചകന് ചില ശിക്ഷകൾ കാണിച്ചു കൊടുത്തു. പലിശ പിരിച്ച ആളുകൾക്കുള്ള ശിക്ഷ എന്തെന്നറിയോ? രക്തത്തിന്റെ ഒരു പുഴയിൽ നീന്തിക്കുളിക്കുകയാണ്. രക്തം കുടിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കരയിലേക്ക് നീന്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ കരയിൽ നിന്ന് ഒരാൾ കല്ലെടുത്ത് വീണ്ടും ആ മനുഷ്യന് രക്തപ്പുഴയിലേക്ക് എറിഞ്ഞാട്ടുകയാണ്. പ്രവാചകന് ഖബറിലെ ചില ശിക്ഷകൾ കാണിച്ചു കൊടുത്തു. ഇതേത് വിഭാഗത്തിനുള്ള ശിക്ഷയാണെന്ന് ജിബ്രീലിനോട് ചോദിച്ചപ്പോ പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ളതാണെന്ന് പറഞ്ഞു. അല്ലാഹു അതിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബിദ്അത്ത് ചെയ്ത, പുതുതായി എന്തെങ്കിലും ദീനിൽ കടത്തിക്കൂട്ടിയ ആളുകൾ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതൊന്നും. അതുപോലെ തന്നെ ലഅനല്ലാഹു വസ്സാരിഖ്, കട്ടെടുക്കുന്ന, ഒരാളുടെ അനുവാദമില്ലാതെ എന്തെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കളവ് നടത്തുന്ന ആളുകൾ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ലഅനല്ലാഹു മൻ അമില അമലു ഖൗമു ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മയാണ് സ്വവർഗരതി. ആണാണുമായി, പെണ്ണുമായി, ലെസ്ബിയൻ കപ്പിൾസ്, ലെസ്ബിയൻ വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അത്തരത്തിലുള്ള വിഭാഗങ്ങൾ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലഅനല്ലാഹു വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർരിജാൽ വൽ മുതശബ്ബിഈന മിനർ റിജാലി ബിന്നിസാ. സ്ത്രീ വേഷം കെട്ടുന്ന ആണിനെയും ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഹദീസിലൂടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹു ശപിച്ച, അല്ലാഹുവിന്റെ ലഅനത്തിന്, ശാപത്തിന് വിധേയമായ ആളുകളാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആരെങ്കിലും ഈ വിഭാഗങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. നമ്മുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ മാറ്റി നിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയമായ വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു അത്തരം വിഭാഗങ്ങളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, നമ്മുടെ മക്കളുടെ അവധിക്കാലമാണ്. പരീക്ഷകളൊക്കെ കഴിഞ്ഞ് സ്കൂളുകളൊക്കെ അടച്ച് ഏകദേശം 2 മാസത്തോളം നമ്മുടെ മക്കളൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പൊ അവർ അരാജകത്വങ്ങളിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു സമയമാണ്. കാരണം ഇന്ന് ലഹരി കേസുകൾ പിടിക്കപ്പെടാത്ത ദിവസങ്ങളില്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ, യുവാക്കൾ, യുവതികൾ വരെ ഇതിന്റെ കെണിയിലാണ്. ഇപ്പൊ നമ്മുടെ മക്കള് ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടുന്നത്, ആരുമായിട്ടാണ് ഇടപഴകുന്നത്, അവരെന്തൊക്കെ പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, അവർക്ക് നമ്മൾ ആത്യന്തികമായി നൽകേണ്ട വിദ്യാഭ്യാസം നൽകിയിരിക്കണം. ആത്യന്തികമായി നൽകേണ്ട വിദ്യാഭ്യാസം എന്താണ്? മതപരമായിട്ടുള്ള അറിവാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വേണം അവർക്ക്, റസൂലിനെ കുറിച്ചുള്ള അറിവ് വേണം. അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ മതത്തെ കുറിച്ച് വ്യക്തമായ ബോധവും ധാരണയും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണം. നോക്കൂ, 2:1 എന്ന അനുപാതത്തിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന അറിവ് ഭൗതിക അറിവാണ്. അത് നേടണം, ഭൗതിക അറിവ് വേണ്ട എന്നല്ല. പക്ഷേ ആ വെള്ളം നമ്മൾ ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് കൊടുത്താൽ, ഒരു പൂച്ചക്ക് കൊടുത്താൽ, ഒരു ജീവിക്ക് കൊടുത്താൽ അതിലൂടെ സ്വർഗമുണ്ട് എന്ന അറിവ് മതപരമായിട്ടുള്ള അറിവാണ്. അതാണ് ആത്യന്തികമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ട വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മദ്രസകളിലേക്ക്, സ്കൂളുകളിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ ചേർക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇപ്പൊ നമ്മുടെ മക്കള് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചോളൂ, എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹിച്ചോളൂ, ഭൗതിക വിദ്യാഭ്യാസം എന്തും കൊടുത്തോളൂ. അതിന്റെ കൂടെ എന്റെ മകൻ, എന്റെ മകൾ വിശുദ്ധ ഖുർആൻ പഠിക്കണം, പ്രവാചകന്റെ ഹദീസ് പഠിക്കണം, മതപരമായ അറിവ് വേണം എന്ന ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കണം. ഇദാ മാത ഇബ്നു ആദം, ആദം സന്തതി മരണപ്പെടുകയാണെങ്കിൽ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ എല്ലാതും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതിലൊന്ന് സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വദഖയാണ്, ദാനധർമ്മമാണ്. അവന് ഖബറിൽ, അങ്ങോട്ടുള്ള പരലോക ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്. അതുപോലെ തന്നെ ഔ ഇൽമുൻ യൻതഫഉ ബിഹി, അവന് ഉപകാരപ്രദമായ അറിവാണ്. പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ബിൻതുൻ സാലിഹത്തുൻ തദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൾ. അതാണ് സഹോദരങ്ങളെ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്.
മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് 4 മക്കളുണ്ടായിരുന്നു. ഒരാൾ എഞ്ചിനീയറാ, ഒരാൾ ഡോക്ടറാ, ഒരാൾ IT പ്രൊഫഷണലാ, ഒരു പെണ്ണാണ്. അധ്യാപകൻ മരണപ്പെട്ട സമയത്ത് 3 മക്കളും പള്ളിയിലുണ്ട്. മയ്യത്ത് നമസ്കരിക്കാൻ, ഇമാമ നിൽക്കാൻ ഈ 3 പേർക്കും കഴിയുന്നില്ല. അധ്യാപകൻ അവരെ പഠിപ്പിക്കാത്തത് കൊണ്ടാണോ? ഭൗതികപരമായിട്ട് 10-15 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ 1 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കേണ്ട മയ്യിത്ത് നമസ്കാരത്തിന്റെ ഷർത്തുകളും ഹുക്മുകളും അതിന്റെ രൂപവും പഠിപ്പിക്കാൻ മറന്നുപോയി. എന്തുപകാരം നമുക്കുള്ളത്? 1-2 മിനിറ്റ് പോരെ അത് പഠിക്കാൻ? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിലുള്ള മക്കളാണോ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്? നമ്മൾ മരണപ്പെട്ടാൽ അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി, എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർലി അബി, എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ. റബ്ബന റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ എന്നോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ. നമ്മൾ മരണപ്പെട്ടു പോയാൽ ഒരുപക്ഷെ നമ്മുടെ മക്കളെ പ്രാർത്ഥന കൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. പരലോകത്ത് നമുക്ക് നരകത്തിൽ വരാനിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. അവരുടെ പ്രാർത്ഥന സ്വർഗപ്രവേശനത്തിന് കാരണമായേക്കാം. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. നോക്കൂ, നമ്മള് നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തു, ഖുർആൻ പഠിപ്പിച്ചു, ഹാഫിളാക്കി. എത്ര പണം ചെലവഴിച്ചാലും അവരെന്ന് ഖുർആനിലൊരു സൂറത്ത് ഓതുന്നുവെങ്കിൽ, അവർ ദീനീപരമായിട്ട് നടക്കുന്നുവെങ്കിൽ അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അവധിക്കാലത്ത് ദീനീപരമായിട്ടുള്ള ക്ലാസുകൾ, അതുപോലെ തന്നെ ഖുർആൻ പഠന ചാനലുകൾ, എങ്ങനെയൊക്കെയാണോ അവർക്ക് ദീനീ വിദ്യാഭ്യാസം നൽകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് നമ്മൾ നൽകണം. എങ്കിൽ മാത്രമേ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി അവർ മാറുകയുള്ളൂ. നമ്മൾ മരണപ്പെട്ടു പോയി, നമുക്ക് ഉപകാരപ്പെടാത്ത മക്കളാണെങ്കിൽ എന്ത് കാര്യമുള്ളത്? 10-20-35 വർഷം അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു, വസ്ത്രം വാങ്ങിക്കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എന്ത് നേട്ടമാണ് നമുക്കുണ്ടായത്? അതുകൊണ്ട് ആത്യന്തികമായി അവർക്ക് നൽകേണ്ട അറിവ് അത് മതവിദ്യാഭ്യാസമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പുൽപ്പറമ്പ് സലഫി മസ്ജിദിന് കീഴിൽ ഈ അധ്യയന വർഷം ഇൻഷാ അല്ലാഹ് മദ്രസ അൽഹംദുലില്ലാഹ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ മദ്രസ പ്രായത്തിലുള്ള കുട്ടികൾ നമുക്കുണ്ട് എങ്കിൽ 1-ാം ക്ലാസ്സിലേക്ക്, 2-ാം ക്ലാസ്സിലേക്ക്, അതിനുള്ള മുകളിലുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ പ്രായമായ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവരെ ചേർത്തുക. വാഹന സൗകര്യമൊക്കെ ഇൻഷാ അല്ലാഹ് ലഭ്യമാണ്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ചേർക്കാൻ പ്രായമായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ നമ്മുടെ കമ്മിറ്റിയുമായി ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ട് നമ്മുടെ മക്കളെ ചേർക്കുക. നമ്മൾ ഒരു അറിവ് പകർന്നു കൊടുത്താൽ അതിന്റെ പ്രതിഫലം രക്ഷിതാക്കൾക്ക്, അതിന്റെ ഗുണം രക്ഷിതാക്കൾക്കാണ്. അത് ഇഹലോകത്തും പരലോകത്തും ഇൻഷാ അല്ലാഹ് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു അവരുടെ രോഗത്തിന് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരുണ്ട്, അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന. അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد. آمين آمين برحمة